ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം, നമ്മുടെ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വിദേശത്തേക്ക് പോകുന്നു. ഇന്ത്യയിൽ നിന്ന് സംഭവിക്കുന്ന മൈഗ്രേഷൻ, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇക്കണോമിക് ലോസ്, അതേപോലെ ബ്രെയിൻ ഡ്രെയിൻ, നമ്മുടെ ടാലൻറ്റിൽ ഉണ്ടാകാവുന്ന ഷോർട്ടേജ്. എന്താണ് ഇതിൻ്റെയൊക്കെ റീസൺ? തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. 2023 കണക്കനുസരിച്ച് ഏകദേശം 13 ലക്ഷം കുട്ടികൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വിദേശത്തേക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ റീസൺസും അതിൻ്റെ സൊല്യൂഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലും വിരൽത്തുമ്പിൽ ഏത് അറിവും അവൈലബിൾ ആയിട്ട് ഈ കാലഘട്ടത്തിൽ പോലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പല കാര്യങ്ങളും ബൈഹേർട്ട് ചെയ്ത് എക്സാമിനേഷനും മാക്സിമം മാർക്ക് വാങ്ങി മൾട്ടിപ്പിൾ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുന്നതിന് മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മാറ്റം വരണം. ഈ പഠിക്കുന്ന തിയറട്ടിക്കലായിട്ട് പഠിക്കുന്ന കാര്യങ്ങളിലെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ കുട്ടികളെ 30+20 = 50 എന്ന് പഠിപ്പിക്കണം. ഇവിടെ അതിൻ്റെ യൂസേജ് അവൻ അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത കടയിൽ പോയി ഒരു പാല് വാങ്ങാൻ വേണ്ടി നമ്മുടെ കുട്ടിയെ വിട്ടെന്ന് വിചാരിക്കുക. 50 രൂപ കൊടുത്ത് വിടുകയാണ് നമ്മൾ. അപ്പോൾ 50 രൂപ കൊടുത്ത് വിട്ടിട്ട് 30 രൂപയുടെ പാല് വാങ്ങിയിട്ട് ആ പാലിനോടൊപ്പം ബാലൻസ് 20 രൂപ വരെ കിട്ടുമ്പോഴാണ് ഇവൻ പഠിച്ച 30+20 ആപ്ലിക്കേഷൻ. ശരിയല്ലേ? അപ്പോൾ ആ യൂസേജോടെ നമ്മുടെ മക്കൾ അറിഞ്ഞിരിക്കണം. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ അക്ഷരാഭ്യാസമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ആളുകളുടെ അൺഎംപ്ലോയ്മെന്റ് 3.4% ആണെങ്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് 9 times കൂടുതലാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരുടെ അൺഎംപ്ലോയ്മെന്റ്. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 29.1%. അതേപോലെ തന്നെ മറ്റ് പല റിപ്പോർട്ടുകളും പറയുന്നത് ഇന്ത്യയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികളിൽ 50 to 55% ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ച് എംപ്ലോയബിൾ അല്ല. ഈ ഡേറ്റയൊക്കെ നമുക്ക് ഐ ഓപ്പണറായി മാറണം. സ്കിൽ ഡെവലപ്മെന്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതേപോലെ തന്നെ ഈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ബെറ്റർ ട്രെയിൻഡ് ഫാക്കൽറ്റീസ്, ടീച്ചേഴ്സ്, ഫാക്കൽറ്റി ഡെവലപ്മെന്റ് സംഭവിക്കണം. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കേണ്ട ഈ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ. രണ്ടാമതായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ശരിയാണ്, ഇന്ന് ഇന്ത്യ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ഓൾമോസ്റ്റ് 4 ട്രില്യൺ എക്കണോമിയാണ് ഇന്ത്യയുടേത്. 2030 ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറുമെന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും യൂത്ത് ഉള്ള രാജ്യവും ഇന്ത്യയാണ്. എൻറ്റയർ യൂത്ത് പോപ്പുലേഷൻ എടുത്താൽ അതിൻ്റെ ഓൾമോസ്റ്റ് 20% ഇന്ത്യൻ യൂത്താണ്. എന്ന് പറഞ്ഞാൽ 5 യുവാക്കളിൽ ഒരാളാരാണ്? ഇന്ത്യക്കാരനാണ്. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്കിവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ അത് പോസിബിൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ഓൺട്രപ്രണർഷിപ്പ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുതൽ ഇവിടെ വരേണ്ടി വരും. അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്കിൽ ഡെവലപ്മെന്റ് സംഭവിക്കണം. ഈ 2 മെയിൻ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു കാര്യത്തോടെ, ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാർ, ഇന്നത്തെ കുട്ടികൾ, അവര് ഫിനാൻഷ്യൽ ഫ്രീഡത്തിനൊപ്പം പേഴ്സണൽ ഫ്രീഡത്തിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വെസ്റ്റേൺ കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീ ആണ്. ഇപ്പോൾ ഏഷ്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത്, പേരൻറ്റിങ്ങിലടക്കം റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ കുട്ടികൾ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടെ ഫ്രീഡമാണ്. ദാറ്റ് മേ ബി അനദർ റീസൺ. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ബ്രെയിൻ ഡ്രെയിൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് സംഭവിക്കുന്ന ഇക്കണോമിക് ലോസ്, അതായത് നമ്മുടെ ഈ ഫണ്ട് വിദേശത്ത് പോയി സ്പെൻഡ് ചെയ്യുന്ന ഈ സാഹചര്യമൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.